ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. Smoking is injurious to health. Smoking causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. വലിയ ഇൻട്രോ കൊടുത്തിട്ടൊന്നും നശിപ്പിക്കില്ല. മാറ്റാത്. അപ്പോ സഹോദരന്മാരെ, ഈ കഥയിൽ നിങ്ങൾ സ്മോക്ക് ചെയ്യുന്നില്ല? അതെ അതെ, ഈ അയ്യ ഒട്ടും ചെയ്യുന്നില്ല. ഷടാ, എന്റെ പൊന്നളി ഒന്ന് മാറ്റടാ അത്. സോറി. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മളെ കഥയിൽ സ്മോക്ക് ചെയ്യുന്നില്ല, നിങ്ങൾ സ്മോക്ക് ചെയ്യാൻ പാടില്ല. അല്ല, ഐ മീൻ സ്മോക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നില്ല. അതെ അതെ. അല്ലടാ, അപ്പൊ ഈ ആൽക്കഹോൾ? അത് കുഴപ്പമില്ല, അതില്ലെങ്കിൽ കഥ മുന്നോട്ട് പോയില്ല. അതൊന്നുമില്ല, ബാക്കി നീ സ്റ്റോറി കണ്ട് മനസ്സിലാക്കിയാൽ മതി. ഓ ആയിക്കോട്ടെ. ജ്വലിക്ക കോലം എഴുതി മംഗള വാഴ്ത്ത് சேர்ந்து வர சுமங்கலி மாதராரத்தி எடுக்க மனவரை காணும் சுபதினமே வாழை தோரணம் மாலை அசைய சந்தன வாசம் கூடி வர மாலை மஞ்சள் மந்திர ஒலியில் கண்ணுக்கு நிறைஞ்ச കുറച്ച് വൈകിപ്പോയി. എന്നാലും വെൽക്കം ടു ഹുസൂട്ട് ആൻഡ് ഫിക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ടാൻ. മാനസരസിന് വന്ദനം. ഞങ്ങൾ മാന്യന്മാരല്ല എന്ന് നിങ്ങൾക്ക് ഈ ഇടവേള മനസ്സിലായി കാണും. എന്ത് ചെയ്യാനാ, ജീവിതത്തിന്റെ സമ്മർദ്ദം മൂലം കുറച്ച് ഇടവേളക്ക് ആവശ്യമായി വന്നു. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ. എനിവേ, ഒരിടവേള കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ, തിരിച്ചെത്തിരിക്കുകയാണ്. കൈയടിക്കൂ. സത്യസന്ധമായി പറഞ്ഞാൽ ഇനി ഈ ഇടവേള കൂടാനില്ലാതെ വേറെ സാധ്യത ഞാൻ കാണുന്നില്ല. അതൊക്കെ പോട്ടെ. ഈ കഥ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വലിയ കഥയാണ്. അതുകൊണ്ടൊരു ടൂ ഷോട്ടൊക്കെ ആവാനാണ് സാധ്യത. എവിടെ വരെ പോകും നോക്കാം. അപ്പൊ നമുക്കിനി കഥയിലേക്ക് പോയാലോ. വെയിറ്റ്, ഞാൻ ഇവിടെയൊക്കെ തന്നെയുണ്ട്. ഞാൻ നിങ്ങളെ സ്വന്തം ഹൊസു. ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ? നമ്മുടെ ടാൻ എല്ലാ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊക്കെ പോട്ടെ. ഈ കഥയെപ്പറ്റി പറയുകയാണെങ്കിൽ, ഈ കഥ തുടങ്ങുന്നത് എല്ലായ്പ്പോഴും പോലെ വളരെ ക്ലീശയായ ഒരു കല്യാണ വീട്ടിൽ തന്നെയാണ്. ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു സ്റ്റോറി ആയതുകൊണ്ട് തന്നെ നമ്മുടെ കഥയും കഥാപാത്രങ്ങളും വല്ല സിനിമയോ കഥയോ ക്യാരക്ടേഴ്സോ തമ്മിലൊക്കെ സാമ്യം തോന്നിക്കഴിഞ്ഞാൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. അതിപ്പോൾ തോന്നിയാൽ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്നും രേഖപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മിണ്ടാനോടൊന്ന് കണ്ടാൽ പോരെ.
ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് കിടക്കാം. കമോൺ. ചെറുക്ക, ആ പപ്പടം ഒന്ന് പൊട്ടിക്കാണ്ട് കൊണ്ടുപോടാ. നാളെ കല്യാണം. ഇവിടത്തെ എല്ലാ കാര്യം ഞാൻ തന്നെ നോക്കണമെന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവുക? എന്റെ പൊന്നമ്മച്ചി, ഇത് നിങ്ങൾ എന്തായാലും പൊടിച്ചല്ലേ കഴിക്കുക, അല്ലാതെ പഴത്തിന്റെ ഒപ്പം കുത്തിക്കേറ്റാന്നും പോണല്ലോ. ഹൗ ഡെയർ യു. ഓഹോ, എന്നാ നീ ആ ചോറും കറിയൊക്കെ കൊടുത്ത് ജ്യൂസ് അടിച്ച് കൊടുക്കടാ. അല്ല പിന്നെ എന്തായാലും ചവച്ചരച്ച് കഴിക്കാൻ പോവല്ലേ. അയ്യേ, ഓ എന്റെ പൊന്നമ്മച്ചി. അവന്റെ ഒരു അമ്മച്ചി. ആരാണ് നിന്റെ അമ്മച്ചി? എന്റെ ഈ മുഖത്ത് നോക്കി നിനക്ക് എങ്ങനെയാണ് അങ്ങനെ വിളിക്കാൻ തോന്നി? ദേ, കെട്ടിക്കാൻ പ്രായ ഒരു മോളുണ്ടെന്നൊക്കെ ശരി, എന്നാലും നിനക്ക് എങ്ങനെ തോന്നിയാണ് എന്നെ നോക്കി അമ്മച്ചിന്ന് വിളിക്കാൻ? രവിയേട്ടാ, രവിയേട്ടാ, ഇത് നോക്കി. അയ്യോ എന്റെ ശ്രീ, നീ ആ ചെക്കനൊന്ന് വെറുതെ വിട്ടെ. നീ ആ മുകളിലേക്ക് ചെല്ലു, അവിടെ ആളുകൾക്ക് വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ നമ്മുടെ ഓരോരോ മോളുടെ കല്യാണല്ലേ. നീ ഇങ്ങനെ പപ്പടവും പോലെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങ് ചെന്നേ. ഓ, ഈ കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ബോധമുണ്ടല്ലോ ഈശ്വര, സദാമനം. അയ്യോ, അവർക്ക് എത്തിയോ? ഞാൻ എന്താ വരുന്നു. അല്ല, രവിയുടെ കണപ്പാടത്തെ. രവിയേട്ടാ, ഞാൻ നൈസായി എടുക്കണ്ടേ? പച്ചയാണോ മഞ്ഞയാണോ നീലയാണോ? പറയൂ. അതെന്ത് ചോദ്യ ശ്രീ, നീ എന്തിട്ടല്ലോ സുന്ദരിയല്ലേ? ഇതൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ കൊച്ചു കള്ളി? അച്ചോടാ, എന്ത് നല്ല മനുഷ്യൻ. വട്ടെ കൂട്ട് കപ്പ്. ഈ തള്ളക്ക് എങ്ങനെ ഇത്ര നല്ല മനുഷ്യനെ കിട്ടിയതാവോ? രവിയേട്ടാ, പോവാടുന്നു. യാരത്? രവിയണ്ണൻ. രവിയണ്ണായി. കൂരുപ്പ, അവന്റെ ഒക്കെ ഒരു രവിയണ്ണൻ. നിന്നോടൊക്കെ ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ വിളിക്കല്ലെന്ന്. രവിയേട്ടൻ, വേറെ എന്തൊക്കെ നല്ല ഓപ്ഷൻസ് ഉണ്ടോ? അവന്റെ ഒക്കെ ഒരു രവിയണ്ണൻ. ഞാൻ അങ്ങനെ വിചാരിക്കാനേ പാടില്ലായിരുന്നു. ഇവർ കുടുംബക്കാരായിട്ട് ഫുള്ള് തറകളാ. ഇനി ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ എങ്ങനെയാണോ എന്തോ. ഇവരുടെ ഒരേ ഒരു പ്രൊഡക്റ്റിന്റെ അല്ലേ കല്യാണം. എന്താവെന്ന് കണ്ടറിയാം. ഇതാ പെട്ടെന്ന് വന്നത്. പിന്നെ പപ്പടമൊന്നുമില്ല, പോട ചേർക്കാവുന്നത്. എനിക്കങ്ങ് വയ്യാത്തവിടെ വാരിക്കണം ബാക്കിയൊക്കെ. പിന്നെ അവന്റെ ഒരു ജാട. ഒന്ന് പോടാ മാമ, ഞാൻ പപ്പടം ചോദിച്ചുള്ളൂ. തേടാ മാമ, നോക്കി ഒരു അടിപൊളി ഐറ്റം. കർത്താവേ, ജെൻസിക്കിടിന് മുന്നിലാണ് ഞാൻ വന്ന് പെട്ടത്. എന്നാലും നോക്കിയേക്കാം. എവിടെ? ആ പച്ച ചുരിദാറാണോ മഞ്ഞ ചുരിദാറാണോ? ഏതാ മോനെ? വെരി മൗത്ത് വാച്ചേഴ്സ്. ഞാൻ ഗേൾസിനെ കുറിച്ചല്ല പറഞ്ഞത്. ഐ എം എ സിഗ്മ മെയിൽ. നിനക്കറിയില്ല? അങ്ങോട്ട് നോക്ക്. നല്ല അടിപൊളി നെക്ലാറിനും നല്ല വൈറ്റ് ബെൻസും. ആഹാ, വാട്ട് എ സെക്സി കാർസ്. സ്ലേ. ഓ മാൻ. ആരാടമാര്? എന്തായാലും കൊള്ളാല്ലേ. എടാ നീ അങ്ങോട്ടേക്ക്. തങ്ങള് തിന്ന കദിന്ന ത തിന്ന കദിന്ന തങ്ങള് തിന്ന കദിന്ന ത തിന്ന കദിന്ന തങ്ങള് തിന്ന കദിന്ന ത തിന്ന
ഞാൻ കാണുന്നുണ്ടല്ലേ നീയും കാണുന്നത്? ഇവന്മാരെ എന്തോന്നടേ, ഏത് ലെവൽ കോഴി! ഈശ്വര, നമ്മൾ രണ്ടുപേരും കാത്തു വെച്ചിരുന്ന അരിമണിയല്ലേ ആ രണ്ട് കോഴികൾ വന്ന് കൊത്തി തിന്നുന്നത്? ഓ, എനിക്ക് സഹിക്കുന്നില്ല കണ്ടിട്ട്. ഓ, ഇവന്മാരിത് എന്തോന്നടേ! ആ, വല്ലാത്തൊരു കഴിവ് തന്നെ. ആ, അല്ലേ ഇപ്പൊ പെൺപിള്ളേർക്ക് ബെൻസും BMW ഒക്കെ മതിയല്ലോ നമ്മളെപ്പോലുള്ള പാവങ്ങളെ കാര്യം നോക്കാൻ. എന്നാലും ബെൻസും കൊണ്ട് വന്ന് പെണ്ണിനെ കൊണ്ട് പോയത് കണ്ടിട്ട് കൊതിയാവണം. എന്നാലും ആരാടാ ഇവന്മാരൊക്കെ? ആ, അതുകൊണ്ട് അമ്മാവൻ പോകുന്നു. അമ്മാവനോട് ചോദിക്കാടാ, വാ. ആ, എടാ ചെറുക്ക, നീയാ സുധാകരന്റെ മോനല്ലേ? അല്ല, നിന്റെ ജോലിയൊക്കെ ഇടംവരിയായി. നീ ഏതോ വലിയ ഗ്രാമത്തിലൊക്കെ പോയി പണിയെടുക്കണമെന്ന് കേട്ടു. ഓ മൈ ഗോഡ്, ടിപ്പിക്കൽ അമ്മ. താങ്ക് യു ഗോഡ്. അല്ല അമ്മാവ, ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിലാണ് വർക്ക് ചെയ്യുന്നത്. ഇൻസ്റ്റഗ്രാം, അതും ഇൻഫ്ലുവൻസറായിട്ട്. അതായത് സംഭവം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ വീട്ടിലിരുന്ന് ഒരു ദിവസം തിന്നുന്ന ഫോട്ടോ വീട്ടിനിടെ ഇട്ടാൽ എനിക്കൊരു 10,000 രൂപ കിട്ടാറുണ്ട്. എന്റെ മുത്തപ്പ, ഒരു ദിവസം വാരി വെച്ച് തിന്നുന്നതിന് 10,000 രൂപയോ? കൊള്ളാലോടെ ചെറുക്കായത്. അല്ല, എന്ന് ഞാൻ എൻ്റെ തോട്ടം വിട്ടിട്ട് ഈ ഗ്രാമത്തിലും കയറി കൂടിയാലോ? ആ, വളരെ നന്നായിരിക്കും. എന്റെ പൊന്നമ്മാവ, ഇതൊന്നും പറയാനല്ല ഞാൻ വിളിച്ചത്. നേരത്തെ ഇവിടെ 2 പയ്യന്മാരാണെന്നു കണ്ടില്ലേ? ആരന്മാര്? ഇവിടെയും കണ്ടിട്ടില്ലല്ലോ. ആ പയ്യന്മാര്, അതെനിക്കറിയത്തില്ല. കാണാനേ കൊള്ളായിരുന്നു. വല്ല നല്ല വീട്ടിലെ പിള്ളേരായിരിക്കും. അളിയൻ എപ്പ എത്തി? ഓ, ഞാനിപ്പോ എത്തിയുള്ളൂ. അല്ലടാ, ഇപ്പൊ കയറിപ്പോയ 2 പിള്ളേരേതാ? കാണാൻ നല്ല മേനൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നമ്മുടെ അനുഭവം ആലോചിക്കാമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ആര്? അവന്മാരോ? എന്റെ പൊന്നളിയാ. എന്താ മുഴുസേ? ആരുടെ മനുഷ്യന്മാരെ കല്യാണം വിളിച്ചത്? എന്റെ കൊച്ചിനമാരെ കേട്ട് ചയക്കാനോ സമ്മതിക്കൂല. ഇവന്മാരെയൊക്കെ ഇപ്പൊ ചവിട്ടി പുറത്തായിക്കോണം. ചിൽ മോളിസി, ചിൽ. നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാമേ. എന്താ ഇത്? അല്ല, എന്താ ശ്രീ? ആരാ അവന്മാര്? ഓ, അപ്പൊ ചേട്ടൻ അറിയില്ലേ? ഇവന്മാരെ പോലെ ഭൂലോക ഉടായ്പകളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മഹാതല്ലിപ്പുകള്. ഞാൻ പോന്നു. പോയാ? നീ പറയട രവി, ആരാ അവന്മാര്? അവര് ആ ഭിത്തിയിലേക്ക് ഒന്ന് നോക്കൂ. ഓ, എന്താ അവന്റെ കൊരിളി കണ്ടാലും മതി. ആ പ്രായത്തിൽ തുടങ്ങിയ പുകില. എത്ര പിള്ളേരെ ഞാൻ കണ്ടിരിക്കുന്നു. എന്നാ ഇതേപോലൊരു 3 എണ്ണം. ജീവിതമേ മടുത്തു പോയെന്റെ അളിയാ. ഇവരൊക്കെ അംഗനവാടി തൊട്ട് കോളേജ് വരെ ഒപ്പിച്ച പ്രശ്നങ്ങളൊക്കെ കയ്യും കണക്കുമില്ല. അന്നൊക്കെ അവിടെ പോയി പരിഹരിക്കലായിരുന്നു എൻ്റെ അന്നത്തെ മെയിൻ പണി. ആ മേളിലിരിക്കുന്ന ലവനെ കണ്ടോ? അതാണ് എൻ്റെ അനിയൻ്റെ ഫസ്റ്റ് ആൻഡ് ഓൺലി ഫീൽഡ് എക്സ്പെരിമെന്റ്. അർണവ് മേനൻ. തല്ലുള്ളി വായി നോക്കി വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ എന്നിങ്ങനെ എല്ലാ ടാഗും അതവനുള്ളതാ. അവൻ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാ. അടുത്തത് ഇവരിൽ ഏറ്റവും മൂത്ത സന്തതി കിരൺ രാജശേഖർ. എന്റെ ചേട്ടന് പറ്റിയൊരു കയ്യവത്. എന്നാ ചെയ്യാനാ? പിന്നെ കൂട്ടത്തില് ഇവനെ കാണുമ്പോൾ കുറച്ച് കുഴപ്പമില്ല എന്നൊക്കെ തോന്നും. പക്ഷേ ഇവന്മാര് കാണിക്കുന്ന എല്ലാ കുരുത്തക്കേടിനും വളം വെച്ച് കൊടുക്കുന്നത് ഇവൻ ഒറ്റ ഒരുത്തനാണ്. ഇനി ആ നടുക്കഷ്ണം, നടുക്കിരിക്കുന്ന ക്യൂട്ടി, അത് എന്റെയാണ്. ഇഷിക രവീന്ദ്രൻ. അച്ഛൻ സുന്ദരൻ ഹേത്തോ, മോള് പിന്നെ സുന്ദരി ഹഗിന്നാണല്ലോ. ഓ പിന്നെ ക്യൂട്ട്. ഈ നാലുകൾ എനിക്ക് എന്റെ ചെറുപ്പം തൊട്ടേ അറിയാം. തല്ലുളികള്, മഹാ തല്ലുളികള്. ഇവര് 3 പേര് എന്ന് കുടുംബത്തോടുന്നോ അന്ന് പ്രശ്നമാണ്. ഹാക്കർ പോയ സാധനം എങ്ങോട്ടാണ് എന്തോ പോയത്. നീ വലിയ ഡയലോഗൊന്നും അടിക്കണ്ട. നീ അവരുടെ കൂട്ടത്തിലൊക്കെ തന്നെ ഉള്ളതല്ലേ. എല്ലാം കണക്കാ. നീ ഒന്ന് പോടെ ചേർക്ക. അങ്കിൾ, കമോൺ യൂട്യൂബ് ബ്രൂട്ടസ്.
5ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ എന്താ പഠിക്കുമ്പോ ഇമാരുടെ മുമ്പിലൊന്ന് പെട്ടുപോയി, അല്ലാണ്ട് വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇഷു ചേച്ചി കം ഓൺ, നമുക്ക് റീൽ എടുക്കാം. ആ ദാ വരുന്നു. മതി മതി വാ. നമ്മുടെ പെണ്ണിന്റെ കല്യാണം പൊളിയാണെടാ, നമ്മുടെ പെണ്ണിന്റെ കല്യാണം കൊലമാസടാ. ഓയ് ഇഷു ബേബി, your chutney here da. ഇതാണ് സുഹൃത്തുക്കളെ നമ്മൾ ആദ്യം കണ്ട ആ ചെറിയ ഇന്നസെന്റ് കുറുമ്പൻ കുട്ടിയായിരുന്ന ഇവിടത്തെ വളർന്ന് പങ്കെടുത്ത് നിൽക്കുന്ന ഈ വാഴ അർണവ് മേനോൻ, സെക്കൻഡ് വാഴ ഓഫ് ദ കുടുംബം. എന്നാലും പുള്ളി വലിയ ആളാട്ടോ. ഇപ്പൊ പുള്ളി ബാംഗ്ലൂർ ബിസിനസ് ഒക്കെ അങ്ങനെ പോകുന്നു. ഇഷുബി, ഞാനെത്തി. ഏട്ടനിലേക്ക് എന്താ കൊണ്ടുവന്നിരിക്കുന്നു നോക്കൂ. ഇതാണ് ഈ കുടുംബത്തിലെ ഫസ്റ്റ് വാഴ, കിരൺ രാജശേഖർ. കൂട്ടത്തില് കുറച്ച് എങ്കിലും കാര്യബോധമുണ്ടെങ്കിൽ അതിവനാ. എന്നാലും ഇത് മൂന്നും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഇതിൽ ഏതിനാ ബോധമുള്ളതെന്ന് കണ്ടുപിടിക്കാൻ നല്ലോണം പാടുവരും. കാണുന്ന ഈ മണ്ടൻ ലുക്കൊക്കെ ഉള്ളൂ, പുള്ളിക്ക് നല്ല ബുദ്ധിയാ. ഇപ്പൊ ഇവിടെ കൊച്ചിയില് ഒരു എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. യു ബ്ലഡി റാസ്കൽസ്, കല്യാണത്തലേന്ന് കേറി വന്നിട്ട് അവന്റെയൊക്കെ ഒരു യേശു ബേബി. ഇതാണ് നമ്മുടെ കഥയിലെ കഥാനായിക, മാളികപ്പുരയ്ക്കൽ വീട്ടിലെ ഏറ്റവും തലതെറിച്ച സന്താനം, ദ തേർഡ് ഇഷിക രവീന്ദ്രൻ. ഇഷ്ടമുള്ളവർ ഇഷു ഓർ ഇച്ചു എന്നൊക്കെ വിളിക്കും, ഇഷ്ടമില്ലാത്തവർ പലതും വിളിക്കും. 25 വയസ്സുള്ള ഒരു കുട്ടിപ്പിശാശ്, ഏട്ടന്മാരുടെ പൊന്നോമിയ എന്നൊക്കെയാണ് പറയുന്നത്. കണ്ടറിയാം. ആളൊരു ഫാഷൻ ഡിസൈനറാണ്. ഇവിടെയൊന്നുമല്ല, അങ്ങ് UK-യിൽ. കൊച്ചിനെ ചെറിയൊരു കല്യാണം കഴിപ്പിക്കാനായിട്ട് വീട്ടുകാരെല്ലാരും കൂടെ വലിച്ചു നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാണ്. ആളെക്കുറിച്ച് പറയാനാണെങ്കിൽ നാട്ടുകാരുടെ കണ്ണിലെ അഹങ്കാരിയും തൻ്റെയും തനി താന്തോന്നിയുമായ എന്നാൽ വീട്ടുകാരുടെ കണ്ണിലുണ്ണിയായ ഒരു ഭാഗം കൊച്ച്. നാളെ കൊച്ചിന്റെ കല്യാണമാണ്. എന്താവെന്ന് കണ്ടറിയാം. എടി, നിനക്ക് വേണ്ടി മാത്രം ബാംഗ്ലൂരുള്ള എന്റെ എല്ലാ പണിയും തീർത്തിട്ട് അവസാനം ഫ്ലൈറ്റും പിടിച്ച് കേറി വന്നപ്പോ അവക്ക് പുല്ല് വില. കൊള്ളാടി, കൊള്ളാം. പിന്നെ എടാ ചേട്ടൻ തെണ്ടി, നിന്റെ ബാംഗ്ലൂരിലുള്ള പണിയൊക്കെ എനിക്കറിയാം, അത് നീ എന്നോട് പറയണ്ട കേട്ടാ. എടി എന്തോന്നടി, നിനക്കറിയില്ലേ? നീ കേട്ടിട്ടില്ലേ വുമൺ എംപവർമെന്റ്? എന്റെ കമ്പനി സ്ത്രീകൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കമ്പനിയാണ്. പാവ അവര് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു പാർട്ടി കൊടുത്തു, അതുകൊണ്ട് വരാൻ ചെന്നിട്ട് ലേറ്റായി. അതിനാണോ? ഓ എടാ കാട്ടുകോഴി, നിന്നോട് ഞാൻ ഒന്നും പറയുന്നില്ല, പറഞ്ഞാ കൂടിപ്പോ. അല്ല, താങ്കൾ എന്താണോ ലേറ്റ് ആയത്? ഈ കൊച്ചിയിൽ നീ അവിടെ വല്ല എംപവർമെന്റ് പരിപാടിയും കൊടുത്തോ? ഇഷുബി, നിനക്കറിയാലോ ഞാൻ എന്നല്ലെന്ന്.
നിന്റെ ആ പോലീസ് ACP തந்த രവീന്ദ്രന്റെയും സീനിയർ ഡോക്ടർ മിസ്സസ് ശ്രീദേവിയുടെയും വാലിക്കുന്ന ഒറ്റ കേൾക്കാൻ വയ്യാത്തോണ്ടാ. ഇവനും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു ആശ്വാസം ഉണ്ടല്ലോ. വേണ്ട വേണ്ട, നീ ഇനി ഒന്നും പറയണ്ട, എനിക്കൊന്നും കേക്കണ്ട. എന്റെ ഓരോ ഒരു കല്യാണത്തിന് അവന്മാര് വന്ന് കേറിയ സമയം നോക്ക്. നീ ഇനി എന്നോട് മിണ്ടരുത്. ഓ അങ്ങനെയാണോ? ആ കുഴപ്പമൊന്നുമില്ല. ഞാനീ കൊണ്ടുവന്നിരിക്കുന്ന സാധനം ഞങ്ങൾ രണ്ടുപേരും കൂടെ കടിച്ചു തീർത്തോളാം. എനിക്ക് വിരോധമൊന്നുമില്ല. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഹായ് വോഡ്ക. മതി മതി മതി, ഞാൻ നിന്നോട് അതിനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോഴൊക്കെ നമുക്ക് സീരിയസ് ആക്കി എടുത്ത കള്ളയും പോടുന്നു. നമുക്ക് രാത്രി പൊട്ടിക്കാവേ. ഹായ് വോഡ്ക, കൊള്ളാലോ. ഇതോടെ മുപ്പിച്ച് നിന്നെ കൊണ്ട് വല്ലപ്പോഴൊക്കെ വല്ല ഉപകാരം ഉണ്ടാവണേ. ആ എടാ മാക്കാച്ചി, നീയാ? നീ നേരത്തെ എത്തിയ? ഓ അവൻ്റെ ഒരു മാക്കാച്ചി. നിനക്കൊന്നും ഇതുവരെ നിർത്താറായില്ലേ? അതങ്ങനെ ഇങ്ങനെ നിർത്താൻ പറ്റുമോ? ഇവന്റെ ഈ മാക്കാച്ചി എന്നുള്ള പേരിന്റെ ഒറിജിനൽ വയ്ക്കുമ്പോ എനിക്ക് ഇപ്പോഴും ചിരി വരും. ഓടാ ദ്രോഹികളെ. ഫ്ലാഷ് ബാക്ക്. പൂമുഖവാദിക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണെന്റെ ഭാര്യ. ഹൊയ് ഹൊയ്. പൂമുഖവാദിക്കൽ ഇത്രയും വേഗം വന്നോ? ഓ മൈ ഗോഡ്, എന്റെ മുകളിൽ സ്റ്റേറ്റ് എന്താ വരുന്നത്? അയ്യേ നിങ്ങളാ? ഹാപ്പി ബർത്ത്ഡേ ഫെലിക്സ് മോനെ. ഇല്ല ഗിഫ്റ്റ്. ഷേ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. താങ്ക് യു. വാ വാ മാറിക്കോ. ആ നീ തുറന്നോടാ. ആ അമ്മച്ചി തവള. അയ്യോ ചിരിക്കടാ, നീയൊക്കെ ചിരി. അവന്റെയൊക്കെ ഒരു ആരിത്? മാക്കാച്ചി, നീ ഇവിടെ ഉണ്ടായിരുന്നു? ഓ യു ബ്ലഡി ഗ്രാമവാസീസ്, നിങ്ങളും ഉണ്ടായിരുന്നോ? ആ പാറ്റമോനെ. പാറ്റമോൻ, ഇവന്റെ പേരിന്റെ ഒറിജിൻ അതിനേക്കാ വിറ്റ്. ഓ ബർത്ത്ഡേ ആയിട്ടെങ്കിലും ഒന്ന് മനസ്സമാധാനം കിടന്ന് ഉറങ്ങാന്ന് വെച്ചാ സമ്മതിക്കില്ല. ഇതവന്മാര് തന്നെ. എനിക്കറിയാം ഇവനോടൊക്കെ ദൈവം ചോദിക്കും. എന്താടാ നിനക്കൊക്കെ? വല്ല തവളേനെയോ പഴുതാരനെ തരാണ്ടെങ്കിൽ തന്നിട്ട് പോടോ. ഗിഫ്റ്റ്. അയ്യോ എന്താ അവളുടെ അനുസരണ. ഈശ്വര, ഒന്നും എന്റെ മേത്തേക്ക് ചടി വീഴല്ലേ. ഡിയോറിന്റെ പെർഫ്യൂം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആ എന്തേലാവട്ടെ. ഷോ എനിക്ക് വയ്യ. ഓ അല്ല, ഇങ്ങനെയല്ലല്ലോ എന്റെ സ്മെല്ല് വരേണ്ടത്. അത് ചിലപ്പോ അതിനകത്തുള്ള പെർഫ്യൂം മാറ്റി ഹിറ്റ് വെച്ചോണ്ടായിരിക്കും. കണ്ടോ, മെഗാ പാക്ക ഫ്രഷ് ഫ്രേഗ്രൻസ്. എന്തോന്ന്? അയ്യേ ഹിറ്റാ. ചേടാ എടാ, അതൊക്കെ പണ്ടത്തെ കാര്യല്ലേ, നീ ഒന്നും വിട്ടില്ലേ? ശേ ഇങ്ങ് വന്നേ, ഈ മുഖം വീർപ്പിച്ചിങ്ങനെ ഇരിക്കാതെ. പോടാ. എന്താണ് മോനുസി, ജാടയാണോ അതോ പിണക്കമാണോ? എന്നോട് ഇണക്കമാണോ? അടുത്ത് വന്നാലും പിന്നെ മടിച്ചു നിൽക്കാതെ വാട കള്ളങ്ങോട്. അയ്യേ പോടാ മരഭൂതമേ, മാറിക്കളന്ന് ഡിസ്റ്റൻസ്. ഷേ പോടായിരുന്നു. അങ്ങനെ വല്ലായിരുന്നെങ്കിൽ ഞാൻ വല്ല നല്ല ചെക്കന്മാരെ ചൂസ് ചെയ്തു മാറിക്കളായിരുന്നു. അവിടെ അപമാനം. ഞാൻ പോട്ടെ എന്നാ.
എടാ ഇത് മറ്റേ ആടാ ലവള തന്നെ. ഓ ശരിയാക്കി തരാം. ഓ ഐ എം സോറി, കണ്ടില്ല. കുട്ടിയുടെ പേര്? Oh, I'm Meenakshi. Meenakshi Rajkomal. മീനമ്മ. അവളുടെ ഒരു മീനാക്ഷി രാജകോമള്. മീനമ്മ രാജകോമൾ, അത് മതി. ഇവളെയൊക്കെ ഞങ്ങൾ ഇവിടെ അങ്ങനെയാ വിളിക്കാറ്, അല്ലേ? ഓ നശിപ്പിച്ച് ഇവ സമ്മതിക്കൂലാത്തേണ്ടി. ഓ ഞാൻ ഇവളുടെ അല്ലേ ചോദിച്ചേ, അത് പറയാൻ നീ ആരാ? ഞാൻ ഇവളുടെ എക്സ്, നീ ഇവളുടെ ഭാവി എക്സ്. നീ സൂക്ഷിച്ചോ മോനെ, കിട്ടും, നല്ല അസല് തേപ്പ് കിട്ടും. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, അനുഭവത്തിന്റെ പുറത്തേ. അപ്പൊ മീനം പോയി കാണാം. ശരി എന്നാ ചേട്ടൻ പോവാ. മീനമ്മേ ഇന്ന് വന്ന് ചോദിക്കട്ടെ. എന്നാലും എന്റെ മീനമ്മേ, നീ അങ്ങ് ക്ഷീണിച്ചു പോയലോടി മീനമ്മേ. മീനമ്മേ സുഖല്ലേ നിനക്ക്? കുഴപ്പമൊന്നും ഇല്ലല്ലോ. ആ മീനമ്മ നിർത്തണം അവന്റെ ഒക്കെ ഒരു മീനമ്മ. നീയൊക്കെ കൂടെ എന്നെ പഴയ തറ മീനമ്മയാക്കരുത്. ബ്ലഡി അലവലൂസ്. അതെ, അവരൊക്കെ ആരാ? അത് കൊള്ളാലോ, എന്റെ കല്യാണത്തിന് വന്നിട്ട് എന്നെ അറിയില്ലെന്നോ? അല്ല നീ ആരാ? ഓ എടാ, നിന്നൊക്കെ അവിടെ അമ്മാവൻ അന്വേഷിക്കുന്നു, ചെന്നേ. ഓ യെസ് മൈ ഡിയർ ACP അമ്മാവൻ, ഞാൻ കണ്ടില്ല. പാവം, പോയി കണ്ടേ. എനിക്കൊരു ദിവസം വരടാ അലവലൂസ്. അവലോസ് പൊടിയോ? നീ ഇതുവരെ പോയില്ലേ? അവലോസ് പൊടിയല്ല, അവര് അലവലൂസ്, ALAVALUS, അതായത് അലവലാദികൾ. ഞാൻ കണ്ടുവച്ച് ഏറ്റവും വൃത്തികെട്ട അലവലാദികൾ. ഇഷിക, അർണവ് ആൻഡ് കിരൺ. ഇഷിക എന്റെ ഫ്രണ്ടാണ്, അർണവ് അവളുടെ ആ കസിൻ, അവൻ എന്റെ എക്സ. ഇവരുടെ വക പണി കിട്ടിയ എല്ലാവരുടെയും ഒരു കമ്മ്യൂണിറ്റി ഒത്തുചേർന്നിട്ട പേരാ അലവലാദികൾ അഥവാ അലവലൂസ്. കുരുത്തക്കേട് കയ്യും കാലും വെച്ച 3 എണ്ണം. ഞങ്ങളുടെ ഒക്കെ ബർത്ത്ഡേക്ക് പണി തല്ലാണ് ഇവന്മാരുടെ മെയിൻ പണി. അതുകൊണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും ബർത്ത്ഡേ ആകുമ്പോൾ നാടുകളാണ് പതിവ്. പൊട്ടിക്കടാ കുപ്പി. drunk, I'm a nirukali drunk, now an alkali drunk, I'm a nittukali, adichu poosu malayali, rajini pola mass if I'm drunk, baby dance, simple moves theriyadu, only nadan moonwalk, aa vaalu kondu njan pookalam ittu kavalayilla njan aalu kalichu nokki chiricha chechi maara thirinju nokki njanam milichu dance, like it don't catch a fun, and the snow say I feel like the energy beat so vidichu kuttu pattu kettu petachu. ഇച്ചു, നീ കെട്ടണ്ടടി. നീ കെട്ടിപ്പോയാ ഞങ്ങക്ക് പിന്നെ ആരുണ്ട്? ആ കൂളിംഗ് ഗ്ലാസ് എടുത്ത് മാറ്റടി, നിന്റെ ആ കണ്ണീര് ഞാൻ ഒന്ന് കാണട്ടെ. ആ ബെസ്റ്റ്. ആരോട്ടാണോ നീ ഇതൊക്കെ പറയണേ? അവക്ക് പുച്ഛം. എന്തായിരുന്നു നിന്റെ ചക്കന്റെ പേര്? ദക്ഷിത്ത്. എന്താ ഒരു കളലക്ഷണം, ദക്ഷിത്ത് പോലും. അല്ല, നീ ഈ ചക്കനെ കണ്ടിട്ടുണ്ടോ? എങ്ങനെയുണ്ട് കാണാൻ? ആര് കാണാൻ? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. കണ്ടിട്ടില്ലാന്നോ? അതെങ്ങനെ ശരിയാവും? അപ്പൊ ഇതുവരെ കാണാത്തവളാണ് ഞാൻ നാളെ പോയി കെട്ടാൻ പോകുന്നത്. അല്ല, അമ്മാവൻ പറഞ്ഞു നിങ്ങൾ മറ്റേ ഡേറ്റേനോ മറ്റേനോ മറ്റേനെന്തോ പോയിന്ന്. അത് പിന്നെ എടാ, ഞാൻ നിങ്ങൾ അറിയേണ്ടൊരു അതിബുദ്ധി ചെയ്തടാ. നാട്ടിലേക്ക് വന്നപ്പോ തന്നെ ഈ കല്യാണം മുടക്കാനായിട്ട് അന്ന് വെച്ചിരുന്ന ഡേറ്റിന് ഞാൻ നമ്മുടെ ജാനുവിനെ വിട്ടു. ഞാനൊന്നും പറഞ്ഞ് ഈ കല്യാണം മുടക്കാനായിട്ടൊരു ഹെൽപ്പ് ചോദിച്ചത്. അവള് പോയി വന്നപ്പോ താണ്ടെ കല്യാണം അടുത്ത ആഴ്ച തന്നെ നടത്തണം പറഞ്ഞൊരു ഫിക്സ് ആക്കി. ആഹാ, അടിപൊളി. ഇനി നാളെ കല്യാണ പന്തലിരിക്കുമ്പോ ആ ചെക്കൻ വന്ന് പെണ്ണ് ഇതല്ല പെണ്ണ് മാറി എന്നെല്ലാം പറഞ്ഞ് പ്രശ്നം ആയി കഴിഞ്ഞൊന്ന് ആലോചിക്കേ. വാവ്, നൈസ്. ഓ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഞാൻ ആലോചിച്ചില്ല. ഓ, എന്നാലും നീ നാളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആലോചിച്ചിട്ടേ എനിക്കങ്ങനെ എന്തോ പോലെ.
ഇനി പാടായിരുന്നു. എന്തായാലും ഇടം വരെയായി. ഇനിയിപ്പോ നടക്കാണ്ട് എന്താന്ന് വെച്ചാൽ നടക്കട്ടെ. എന്നാലും എൻ്റെ ഇച്ചുവേ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളെ നീ എങ്ങനെയാ നാളെ കെട്ടാൻ പോകുന്നത്? ഇനി ആവും വല്ല ഫ്രോഡാണെന്ന് ഒന്ന് ആലോചിച്ചൊക്കെ. ഓ മൈ ഗോഡ്, ആദ്യ രാത്രി വധുവിൻ്റെ സ്വർണം വരാൻ കട്ടുകൊണ്ട് പോയി. പിറ്റേ ദിവസം ഭാര്യയ്ക്ക് സൈഡ് കലക്കി കൊടുത്തു, ജ്യൂസിൽ വിഷം കലക്കി കൊടുത്തു. ഓ മൈ ഗോഡ്, ഓ ടെറിഫിക്. പാവം എൻ്റെ ഇച്ചു, നിന്റെ അവസ്ഥ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യടി. എടാ പോടാ, ജാനു പറഞ്ഞിട്ട് അവനൊരു പാവാ. നീ എന്നിട്ട് പോയേ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ഞാൻ പറഞ്ഞേ ഉള്ളൂ, ചാവണോ വേണ്ടെന്നുള്ള തീരുമാനം നിന്റെ ആണല്ലോ. എടാ ഒന്ന് വെറുതെ തരികടാ. നാളെ അവള് കല്യാണം കഴിഞ്ഞ് പോയാൽ നമ്മുടെ ഗോവ ട്രിപ്പിൽ നിന്ന് ഒരാളുടെ ചെലവ് പറഞ്ഞിട്ടും നീ അവളെ വെറുതെ ഇങ്ങനെ പ്രലോഭിപ്പിക്കാതെ ഇരിക്കട്ടാ. ഗോവയാ? ഈ അയ്യ ഗോവ. നീ ഇവിടെ കല്യാണം കഴിച്ചിരി. എന്നാലും ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ് എന്ത് പണിയല്ലേ? ഹൽദി, മെഹന്തി, സംഗീത്, സേവരേറ്റ്, ബ്രൈറ്റ്, ബാച്ചലേഴ്സ് പാർട്ടി, പ്രീ വെഡിങ്, പോസ്റ്റ് വെഡിങ്, ഹണിമൂൺ, അതൊക്കെ കഴിഞ്ഞ് ബേബി മൂൺ. ഈശ്വര, എന്തൊക്കെ ചെലവാ. ഇതൊക്കെ കഴിഞ്ഞ് അവൻ 5-6 പിള്ളേരെ വിട്ട് തടിയും വെച്ച് കോലവും കെട്ട് നീ അവിടെ UK ചെറുടെ ആൾക്കാരെ കാണാനുള്ള ശക്തി ചേർന്നില്ലടാ. ഇല്ല, നിനക്ക് ശരിക്കും ഈ കല്യാണം കഴിക്കണം. അയ്യോ, ഇവിടെ എന്താ ഫുള്ള് ഇരുട്ട്? കണ്ണോർക്കണ പൊട്ട, അവള് നിനക്ക് പറഞ്ഞിട്ട് പൊട്ടിച്ചതാ. അയ്യേ എടീ, എവളോ ധൈര്യം വൃന്താടി, ഞാൻ കണ്ണൂനാടി. അവളവിടെ പോയി? നീയൊക്കെ അവിടെ എന്തും നോക്കി നിക്ക? ഞാൻ പോവാ. എനിക്കിന്ന് വേണ്ടി കല്യാണം, ഞാൻ വിളിച്ചോടാൻ പോണു. ആരുടെപ്പം? വേറെ ആര്? നീയൊക്കെ തന്നെ. വന്ന് വണ്ടി എടുക്കടാ. ഈശ്വര, ഇതിന് ഞങ്ങളുടെ തലയിലായോ? എന്തോ വലുതും പറഞ്ഞായിരുന്നോ? ഒന്നുമില്ല, ബാഗൊക്കെ എടുത്തോന്ന് ചോദിച്ചതാ. അതൊക്കെ ഞാൻ എപ്പോഴും എടുത്തു. നീ വന്ന് വണ്ടി എടുക്കടാ. മിടിക്ക്, ഞാൻ പറഞ്ഞു നിക്ക്. എടാ ഇത് നിങ്ങളൊക്കെ എങ്ങോടാ? കേറി പോടാത്ത. എടാ, നമ്മുടെ ഒരേ ഒരു പൊട്ടി പെങ്ങളെ നമ്മളെ സംരക്ഷിക്കണ്ടേ? അവളറിയാത്ത വല്ലതും കെട്ടിപ്പോന്നതിന് നമ്മളവളെ സുരക്ഷിതയാക്കണം. നീ ഇന്ന് വന്നേ. ശരിയാ, ഞാൻ ദേ വരുന്നു. ഈ കൊപ്പ് എടുക്കട്ടെ. ഇതിന് എന്നാ വിലയായിരുന്നു അറിയോ? ഇതിട്ടങ്ങോട്ട് അങ്ങോട്ട് പോവാ. അത് പറഞ്ഞപ്പോഴാ, നീ വല്ല 2 ചെറിയ സ്വർണ്ണവളയോ സ്വർണ്ണമാലയോ ഒക്കെ എടുത്തോ. സ്വർണ്ണത്തിലേക്ക് ഇപ്പൊ എന്തോ വില. ഇനിയിപ്പൊ അമ്മാനടിച്ച് പുറത്താക്കിയാലും കുഴപ്പമില്ലല്ലോ. ഉള്ളത് കൊണ്ട് ജീവിക്കാം. ഏത്? അതൊക്കെ ഞാൻ ആദ്യം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. മിടുക്കി, നീ എന്റെ പെങ്ങള് തന്നെ. ഹെൻസ് പ്രൂവ്ഡ്. ഇത് കഴിഞ്ഞില്ലേ? എടാ പോയി കാറി കയറടാ അങ്ങോട്ട്. drunk, I'm a nirukali drunk, now a nalkali drunk, I'm a nittukali, adichu poosu malayali, rajini pola mass if I'm drunk, baby dance, simple moves theriyadu, only nadan moonwalk, aa vaalu kondu njan pookalam ittu kavalayilla njan naalu kalichu nokki chiricha chechi maara thirinju nokki njanam vilichu dance, like it don't catch a fun, and the snow say I feel like the energy beat so vidichu kottu pattu kettu petachu Hennessy. कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरसार्धूला कर्तव्यं दैवमाह्निकम् उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु. കാറി കിടന്നു തുടങ്ങിപ്പോയോ? ഇതെവിടെയാ? അറിഞ്ഞവേ അച്ചു എണിക്കടാ. എടാ സാമുദ്രോഹി, എവിടെയാടാ അത്? എന്താടാ നിനക്ക്? ഇത് ഗോവയാ. ഗോവയാ? ഇതപ്പോ? ഗോവ. നമ്മള് ഗോവ എത്തിയ. ഗോവയാ? ചേടാ ഇതിന്റെ കഷ്ടം. ഇതെല്ലാം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടല്ലേ വന്നേ? കുടിച്ച് ബോധമില്ലാണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിട്ട്. അല്ലടാ, ഇന്ന് എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. എടാ മൈ ഡിയർ ബോയ്സ്, എന്റെ കല്യാണമാടാ ഇന്ന്. ഇപ്പഴാ ഓർമ്മ വന്നേ. എടി, നിന്നെ ഞങ്ങൾ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് വന്നതാ. അതൊന്നും അല്ല, ഇവളെ ചാടിക്കേറി വന്നതാ. പോടാ, ഞാനിനി എങ്ങനെ എന്റെ വീട്ടിൽ കയറും?
നിന്നോടൊക്കെ ഞാൻ അന്നേ പറഞ്ഞു കയറി പോവാൻ. അനുഭവിക്കേ. എന്തായാലും ഇപ്പൊ നിനക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റില്ല. നമ്മളിപ്പോ ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് ഗോവയൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് പതിയെ അങ്ങ് പോവാം. അപ്പോഴേക്കെല്ലാം കലങ്ങി തെളിയല്ലോ. ഒന്ന് നോക്കി പൊട്ടം പറഞ്ഞാലും കാര്യമുണ്ട്. ഈ അടുത്തൊന്നും എനിക്ക് ഞങ്ങോട്ട് കയറാൻ പറ്റില്ല. നിന്റെ ആ ACP രവിയണ്ണൻ പുള്ളിയുടെ ആ വൃത്തികെട്ട പോലീസ് ബുദ്ധി ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യും, ഉറപ്പാ. കണ്ടുപിടിച്ചാ പിന്നെ ഒന്നും പറയാനില്ല, വലിയ പേശിയിരിക്കും. പറഞ്ഞാലും കാര്യമുണ്ട്. നമ്മളിവിടത്തെ പോലീസ് സ്റ്റേഷനിൽ കയറി അങ്ങോട്ട് നോക്കിയാൽ മതി, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. വെരി നൈസ്. അല്ല, അപ്പന്റെ ഗുരുവായൂർ വെച്ചുള്ള കല്യാണം? പിന്നെ വലിയ കാര്യമായിപ്പോയി. ഗുരുവായൂർ കല്യാണം ക്യാൻസൽഡ്, ഗോവ കൺഫേംഡ്. ആട്ടിലോട്ട് കിട്ടിയൊരു ചാൻസാ പിള്ളേരെ. വാടാ, ലെറ്റ്സ് എൻജോയ്. കൊള്ളാം. ഇനി അടുത്ത ബോസ്. അയ്യോ രവിയണ്ണൻ, എടാ അതേ അച്ഛൻ വിളിക്കുന്നു. ഞാനിവിടെ പോസ് നിക്കാണ്, നീ അതെടുത്തിട്ട് തിരക്കില്ലാന്ന് പറഞ്ഞ. അതെ, കല്യാണത്തിന് വിളിച്ചോടി വന്ന മോളെ വിളിക്കുന്ന അച്ഛനോട് പറയാൻ പറ്റിയ കാര്യമാണല്ലോ, തിരക്കിലാന്ന്. പോരാ അവിടുന്ന്. അയ്യോ എടാ, നീ സ്വിച്ച് ഓഫ് ആക്കി വെച്ച്. ആ പോലീസ് വണ്ടി ഒരു ട്രാക്കും ചെയ്ത് ഗോവയ്ക്ക് എങ്ങാനും വന്നോ? വേണ്ട. ഇവൻ കുറെ നേരമായല്ലോ ഫോണിൽ നോക്കുന്ന ഒരുമാതിരി ഒരു ചിരി. ഒന്നുമില്ല. എടി ഇച്ചു, നീ ആ സിം കാർഡ് മാറ്റി. ഇനിയിപ്പോ അടുത്ത കോൾ എന്റെയും ഫോണിക്കായിരിക്കും, ഞങ്ങൾ മാറ്റേണ്ടി വരും. എടാ, ഇവിടെ അടിപൊളി നൈറ്റ് സ്പോട്ട് ഉണ്ട്, പോയാലോ? നിനക്കൊന്നും ഒരു ഉറക്കമില്ലേ? 2-3 ദിവസമായി മനുഷ്യൻ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട്. കിടന്ന് ഉറങ്ങടാ. എടാ, നൈറ്റ് സ്പോട്ടില് പിന്നെ വേറെ അപ്പം എവിടേക്കാന്ന് പോലും ചോദിച്ചില്ലല്ലോ നീ. പാടിയിട്ടു, നമുക്ക് പോവാം. Goes all about night party. ഞാൻ പോവാ. നൈറ്റ് ക്ലബിൽ കയറുന്നോ? നേരത്തെ പറയണ്ടേ, ഞാനുണ്ട്. ഇന്ന് ഞാൻ ഡ്രൈവ് ചെയ്യാം. ഈശ്വര, ജീവനോട് എത്തിച്ചേക്കണേ.
problems are just not the same to us. Things you ain't seen before, we feeling the weight of our ancestors. Things that don't last too long, don't happen the time and it obvious. No help for the weak, but the liquor strong. Oh wow. Hello girls. Guns in this bitch, and my homies got intuition. Say what? Guns in this bitch, hit a load of a clip, I'm gon' show up. Place, yeah. I see the bugs that be wishing we had in the ditch at the ഇവന്മാരെയൊക്കെ ഞാൻ എങ്ങനെ പൊക്കിക്കൊണ്ട് പോകുമെന്തോ. എനിക്ക് പോയി വണ്ടി കയറടാ. Yes, of course, Shubhe. ഞാനും കയറി. വണ്ടി പോട്ടെ. റൈറ്റ്. അയ്യോ എനിക്ക് ഉറക്കം വരുന്നേ. ഇത് ചേച്ചി, ഞാൻ ഇവിടെ ഗോവയിലെത്തി. ഇവിടെ നിന്റെ ഒരു ഫ്രണ്ടും ഇല്ല, ഒരു മണ്ണാങ്കട്ടയും ഇല്ല. നീ ഇങ്ങനെ ചൂടാവാതെ. എടാ അവനെന്താ അത്യാവശ്യം എന്നിട്ട് പെട്ടെന്ന് പോയതാ. എനിക്കറിയില്ലായിരുന്നു അത്. ഈ സിറ്റുവേഷൻ ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വരാനും പറ്റില്ല. ഇവിടെ അല്ലെങ്കിൽ തന്നെ ബഹളം തുടങ്ങിയിട്ടുണ്ട്. നീ എങ്ങനെയെങ്കിലും അത് മാനേജ് ചെയ്യും. ആടി, ഞാൻ വെക്കാം. എന്തായാലും നീ വിളിച്ചറിയിക്കും. എന്താടി? എടാ വണ്ടിയുടെ ഫ്രണ്ടില് ആരോ. ഞാൻ ഈശ്വര, എടാ എടാ വാഴ ഇറങ്ങി നോക്കാം നമുക്ക്. എൻ്റെ ഇഷ്യൂ നീ ഇത് എവിടെ നോക്കിയാ? എടാ ഇറങ്ങി നോക്കണ്ട. ഇതെങ്ങാനും വല്ല പോലീസ് കേസായി രവിയെങ്കിൽ ഇറങ്ങ. വേണ്ട, റിസ്ക് എടുക്കണ്ട. പോലീസ് കേസ് ആവാതിരിക്കാനാണ് ഇപ്പം ഇറങ്ങി നോക്കാന്ന് പറഞ്ഞത്. ഇപ്പം ഇവിടെ തൽക്കാലം ആരും ഇല്ല. നീ വാ, ഇത് നമുക്കൊന്ന് ഡീൽ ചെയ്യാം. എടാ ഇവനൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടാവും. തലയ്ക്ക് ചെറിയൊരു പരിക്കേ നമുക്കിപ്പോൾ വേറെ വഴിയില്ല. എന്നിട്ട് നമുക്ക് നമ്മൾ സ്റ്റേജിൽ സ്ഥലത്തേക്ക് ഉണ്ടാവും. എന്നിട്ട് കാശോ എന്താണെന്ന് വെച്ചാൽ കൊടുത്തത് കേസ് ആവാണ്ട് സെറ്റിൽ ചെയ്യാം. തലയ്ക്ക് 2 സ്റ്റിച്ച് ഉണ്ട്. ആൾക്ക് ബോധം നീട്ടില്ല. ഏതാ നിങ്ങൾക്ക് കൊണ്ടുപോകാം, കുഴപ്പമൊന്നുമില്ല. ശരിക്കും ആൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾ പേഷ്യൻ്റ് ആരാണ്? അത് മഴയത്ത് വീണതാ. ഞങ്ങൾ ഫ്രണ്ട്സാ, ഒരു ട്രിപ്പ് വന്നതാ. ഓ, മുറിവ് ഡ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആളെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. എൻ്റെ ഇഷ്യൂ നീ ടെൻഷൻ അടിക്കാതെ. അവന് വേറെ കുഴപ്പമൊന്നുമില്ല. തലയ്ക്ക് ചെറിയൊരു മുറിവല്ലേ ഉള്ളൂ. അവനിപ്പോൾ തന്നെ എണീറ്റുള്ളൂ. ആടി, നീ ടെൻഷൻ ആവാതെ. ഈ ചെക്കനെ വണ്ടി വെച്ചാലും കണ്ടിട്ടൊന്നുമില്ല. അതുകൊണ്ട് കേസ് ആവാനും സാധ്യതയില്ല. ഇനി ഇവനെങ്ങാനും പോയി പറഞ്ഞാലാണ്. പക്ഷെ കുഴപ്പമില്ല, അത് നമുക്ക് ഡീൽ ചെയ്യാം. എന്തായാലും അങ്കിളൊന്നും അറിയാൻ പോകുന്നില്ല. നീ ഇങ്ങനെ പേടിക്കാതെ. എടാ അതൊന്നുമില്ല. ഇയാള് ഞാൻ കാരണം ഇങ്ങനെയൊക്കെ. ഞാൻ ഉറങ്ങിപ്പോടാ. ഒന്നാമത്തെ കുടിച്ചിട്ട്. ചേടാ അതാണോ? ഒരു മനുഷ്യനായ തെറ്റൊക്കെ പറ്റും. നീ അത് വിട്ടേ. അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരു അസല് കോഴിയുടെ ലുക്കില്ലേ? നിന്റെ ഈ സുന്ദരമായ മുഖം കാണുമ്പോൾ
നീയാണ് വണ്ടിടിച്ച് ഇങ്ങനെ കിടത്തിന്നൊക്കെ അവൻ മറക്കും. നീ ചില്ലായിട്ടിരി. നാശിപ്പിച്ച് അവനോട് ചാളം കിടപ്പാണ് നിന്റെ കുഞ്ഞു. അല്ലേലും ഒരു കോഴിക്കല്ലേ മറ്റേ കോഴിനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഓ ഈശ്വര, ഇവനെ പോലെയൊന്നും ആയിരിക്കല്ലേ ഈ സാധനം. എനിക്ക് വയ്യ ഇതുപോലത്തെ രണ്ടെണ്ണത്തിന് താങ്ങാൻ. അയ്യട്ടി അവന് പൂച്ച. നീ പറ. ഇതാടാ അവൻ കണ്ണുറക്കാൻ നോക്കുന്നു. കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? എങ്ങനെയുണ്ട് ഇപ്പോ? കണ്ട ഞാൻ പറഞ്ഞല്ലേ, അവനവളെ നോക്കണം. നോട്ടം നോക്കി വീണടാ വീണ്. ഇനി കാണിച്ച കാര്യമൊന്നും ഒരു കുഴപ്പമില്ല ഇവിടെ. ഹായ് കൊള്ളാലോ. ഡീ കുരിപ്പേ, നീ എന്നെ വണ്ടിയും കൊണ്ടിച്ചിട്ട് നീക്കൊന്നും കണ്ണു കണ്ടൂടെ? എങ്ങനെ ഇരിക്കണം? അത് പിന്നെ ഞാൻ സോറി ഉറങ്ങിപ്പോയി. അയ്യോ, ഇതിന്റെ ബോധം പോയാ. സ്റ്റാർട്ടിങ്ങിൽ കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്തായിരുന്നല്ലോ. ഇവൻ എന്തിരുന്ന് ആലോചിക്കുന്നു? എടാ മോനെ, എടാ എക്സ്ക്യൂസ് മീ, നിന്റെ പേരെന്താ? എടി ബുദ്ധിയില്ലാത്തവളെ, ഇവനെ ഗോവന്നല്ലേ കിട്ടിയത്. വല്ല കൊങ്ങിലും ചോക്കി. തുമ്മാരെ നാം ക്യാ ഹെ ബേട്ടാ? എടാ പോടാ, വേണ്ട, അത് ഹിന്ദിയാ. ഓ, ഇവ നേരത്തെ മലയാളം സംസാരിച്ച് കേട്ടില്ലടാ പൊട്ടന്മാരെ. ഇങ്ങനെ രണ്ടെണ്ണം മലയാളി അടയത്. ഓ, അതൊക്കെ എനിക്കറിയായിരുന്നു. അതൊക്കെ പോട്ടെ. കൊച്ചർക്ക, നിന്റെ പേരെന്താ? അതാ ഞാനും ആലോചിക്കണ. എന്റെ പേരെന്തായിരുന്നു? പോയടാ, പോയി, എല്ലാം പോയി. കിട്ടി. അദർവ്. അദർവ്. മൈ നെയിംസ് അദർവ്. ADARV. അദർവ്. കൊള്ളാം. എവിടെയോ എന്തോ ഒരു തകരാറുണ്ടല്ലോടാ. തലയ്ക്കല്ലേ അടി കിട്ടിയത്, ഒന്നും പറയാറായിട്ടില്ല. ഈശ്വര, തലയിലാവോ? ആയല്ലോ. ഞാനേ ഒരു കോൾ ചെയ്തിട്ട് വരാം. അയ്യോ, ഇതൊക്കെ ആടുകളിൽ പോണം. എനിക്കൊന്നും കാണാൻ വയ്യേ. പോലെ രണ്ട് ബോംബിടട്ടെ. മനസ്സിലായില്ലേ? ഞാൻ ടാൻ. അലവലൂസ് എന്ന 3 വൻമരങ്ങൾക്കിടയിലേക്ക് വന്ന ആ വഴിപോക്കൻ. അവൻ ആര്? നമ്മുടെ വൻമരങ്ങൾ തകർന്നു വീഴുമോ അവന്റെ മുൻപിൽ? അവനൊരിൽ കൂടുതലല്ലേ എന്നൊരു സംശയം. കാത്തിരുന്ന് കാണുക. ട്രിപ്പിൾ. അതിന് ക്വാഡ്രപ്പിൾ ആവുമോ? ഗുരുവായൂർ ടു ഗോവ എക്സ്പ്രസ്. നമ്മുടെ എക്സ്പ്രസ് അങ്ങനെ ഗോവയിൽ ലാൻഡ് ആയിട്ടുണ്ട്. ഇനി എന്താവോ എന്തോ. എക്സ്ക്ലൂസീവായി കാണുക ഓൺലി ഓൺ ഹൊസറ്റ് ആൻഡ് ഫിക്സ്. പിന്നെ ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കോമഡി ഒക്കെ കണ്ട് ഇവിടെ ഇത്ര സഹിച്ചിരുന്നില്ലേ? അതിന് താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത എപ്പിസോഡുമായി ഞങ്ങൾ വേഗം എത്തും. എത്തേണ്ടതാണ്, എത്തണമല്ലോ, എത്തുമായിരിക്കും. അപ്പൊ ശരി, പാക്കല. ദിസ് ഇസ് സ്റ്റാൻ സൈനിങ് ഓഫ്.